ഇപ്പോൾ ഒരുമിച്ച് കൂടിയത് ബഹുമാനപ്പെട്ട മശായിഖന്മാരെ കുറിച്ച് മതിഹ് പറയലാണ്. ഈ 114 സൂറത്തുകളിൽ ഒക്കെ മതിഹ. പേര് നോക്കൂ, സൂറത്ത് ഇബ്രാഹിം ഏകദേശം 95 തവണ ഇബ്രാഹിം എന്ന് ഉപയോഗിച്ചു. മൂസാ നബിയെ 136 തവണ ഖുർആൻ ഉപയോഗിച്ചു കേട്ടോ. അപ്പം സൂറത്ത് യൂനുസ്, സൂറത്ത് യൂസുഫ് കേട്ടോ, അവിടെ ആ സൂറത്തിലെ ഒരു പ്രവാചകന്റെ പേര് പറഞ്ഞുകൊണ്ട് പരാമർശമാണ്. അത് തന്നെയാണ് മതിഹ് പറയുന്നത്, അത് തന്നെയാണ് അനുസ്മരണം. ഖുർആന്റെ പേരുകൾ അനുസ്മരണങ്ങളായി മാറുക. ഖുർആൻ നോക്കുമ്പോൾ പിന്നെ ഒക്കെ ഉപമകളാണ്, ഓരോ ഉപമകൾ. എന്തിനാണ് ഇങ്ങനെ പറയുന്നത്? ഖുർആൻ ചരിത്രമല്ലേ? ഏറ്റവും നല്ല ചരിത്രം സൂറത്ത് യൂസുഫ്. ചരിത്രം പറയുന്നത് എന്തിനാ? ചരിത്രം പറയുമ്പോൾ മനുഷ്യന് പാഠം ഉൾപ്പെടാൻ കഴിയും. അതുകൊണ്ടാണ് മഹാന്മാരുടെ ചരിത്രങ്ങൾ പറയുന്നത്. അപ്പൊ അവരിങ്ങനെ ജീവിച്ചു, അവരിങ്ങനെ ജീവിച്ചു, അതുകൊണ്ട് നമ്മളും അങ്ങനെയാണ്. അതാണ് അള്ളാഹു പരിചയപ്പെടുത്തുന്നത്. ഖുർആന്റെ ഭാഷ ഏതാണ്? ഖുർആൻ ഏകദേശം ഭാഗങ്ങളൊക്കെ നോക്കുമ്പോൾ ഒക്കെ ചരിത്രമാണ്. മുൻകാലത്ത് ജീവിച്ച ആളുകളുടെ ധർമ്മം, ജീവിതം എങ്ങനെയാണ് അത് പരിചയപ്പെടുത്തുക. അതാണ് ഇവിടുത്തെ സിസ്റ്റം. അപ്പൊ അതുകൊണ്ട് തന്നെ മഹാന്മാരെ സ്മരിക്കണം, അവരെ പറയണം, അവരെ സംബന്ധിച്ച് പാടണം,